നമസ്കാരം. തീവ്രമാകുന്ന പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമാകുന്നു. നരേന്ദ്രമോദിയെ തന്റെ സുഹൃത്തായി വിശേഷിപ്പിച്ച ട്രംപ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികളെക്കുറിച്ചും വിശദമായ ചർച്ചകൾ നടന്നതായി വ്യക്തമാക്കി. US-ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന ചർച്ചയെ വളരെ നല്ല സംഭാഷണം എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും സമുദ്ര സുരക്ഷയും ചർച്ചയിൽ പ്രധാന വിഷയങ്ങളായി. പ്രത്യേകിച്ച് ആഗോള വ്യാപാര പാതകളിൽ നിർണായകമായ ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഇരു നേതാക്കളും ഊന്നിപ്പറഞ്ഞു. സമഗ്രമായ ആഗോളതന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇന്ത്യയും അമേരിക്കയും പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെ പ്രതികരിച്ചു. US-ഇറാൻ യുദ്ധം 7ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഇസ്രായേലും ലബനനും തമ്മിൽ 10 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് ധാരണയായതായി ട്രംപ് പ്രഖ്യാപിച്ചു. ലബനനിലെ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുമായാണ് ഇസ്രായേൽ ഏറ്റുമുട്ടുന്നത്. ഈ വെടിനിർത്തൽ US-ഇറാൻ സംഘർഷങ്ങളിൽ അയവ് വരുത്താനുള്ള ശ്രമങ്ങൾക്ക് കരുത്ത് പകരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം സംഘർഷം ലഘൂകരിക്കുന്നതിനും US-ഉം ഇറാനും തമ്മിലുള്ള രണ്ടാംഘട്ട ചർച്ചകൾക്ക് കളമൊരുക്കുന്നതിനുമായി പാകിസ്ഥാൻ ആർമി ചീഫ് ടെഹ്റാനിൽ ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ സജീവമാകുന്നതിനിടയിലാണ് ഈ സുപ്രധാന ചർച്ചകൾ നടക്കുന്നത്. പശ്ചിമേഷ്യയിൽ ആഴ്ചകളായി തുടരുന്ന രൂക്ഷമായ യുദ്ധത്തിന് വിരാമമിട്ട് ഇസ്രായേലും ലബനനും 10 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് ധാരണയായി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്ര ഇടപെടലുകൾ ഫലം കണ്ടതോടെയാണ് വ്യാഴാഴ്ച മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. ട്രംപ് തന്നെയാണ് ഈ ചരിത്രപരമായ പ്രഖ്യാപനം നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ട്രംപ് നടത്തിയ സുപ്രധാന ചർച്ചയും ഈ സമാധാന നീക്കങ്ങൾക്ക് ശക്തി പകർന്നു. മോദിയെ തന്റെ ഉറ്റ സുഹൃത്തെന്ന് വിശേഷിപ്പിച്ച ട്രംപ് ഇന്ത്യയുമായുള്ള ചർച്ചകൾ വളരെ പോസിറ്റീവാണെന്ന് പ്രതികരിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്ത്യയുടെ സഹകരണം US തേടുന്നു എന്നതിന്റെ സൂചനയാണിത്. US-ഇറാൻ നേരിട്ടുള്ള യുദ്ധം ആരംഭിച്ച് 7 ആഴ്ച പിന്നിടുമ്പോഴാണ് ലബനൻ അതിർത്തിയിൽ ആശ്വാസകരമായ മാറ്റമുണ്ടാകുന്നത്. ലബനൻ പ്രസിഡന്റ് ജോസഫ് ഓണുമായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും ട്രംപ് നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ ഈ 10 ദിവസത്തെ കരാറിന് അടിത്തറയിട്ടു. താനൊരു സമാധാന പ്രിയനാണെന്നും 10ാമത്തെ വലിയ യുദ്ധം പരിഹരിക്കാൻ കഴിഞ്ഞതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഇത് ലബനനുമായുള്ള ചരിത്രപരമായ ഒരു വലിയ കരാറിലേക്ക് കടക്കാനുള്ള വഴിയായിട്ടാണ് ഇസ്രായേൽ കാണുന്നത്. താൽക്കാലികമായി ലഭിച്ച ഈ സമയം കൃത്യമായി ഉപയോഗിക്കാനാണ് അന്താരാഷ്ട്ര നീക്കം. ഹിസ്ബുള്ളയും ഈ സമാധാന നീക്കത്തോട് പ്രതികരിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ ലബനന്റെ എല്ലാ മേഖലകളിലും സമഗ്രമായിരിക്കണമെന്നും ഇസ്രായേൽ സൈന്യത്തിന് സ്വതന്ത്രമായി നീങ്ങാൻ അനുവാദം നൽകില്ലെന്നും ഹിസ്ബുള്ള വ്യക്തമാക്കി. ഇസ്രായേൽ വാക്കുപാലിച്ചാൽ തങ്ങളും സഹകരിക്കുമെന്ന് അവർ പറഞ്ഞു.